ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പിയിൽ തർക്കം മുറുകുകയാണ്. രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3 മണ്ഡലങ്ങളിലെയും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെ സുരേന്ദ്രൻ നിൽക്കണോ പോകണോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം പാലക്കാട് പാളി എന്നുള്ള വിമർശനം അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. അതുമാത്രമല്ല, എല്ലാവരുമായും ആലോചിച്ച് പാർട്ടിയിൽ പതിവ് സംഘടനാ രീതിയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സി കൃഷ്ണകുമാർ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, നിർബന്ധിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നും ഇക്കാര്യത്തിൽ തനിക്ക് തന്റെ സ്ഥാനാർത്ഥിയാണ് സി കൃഷ്ണകുമാർ എന്ന് പറയാനാവില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ അത് പരിശോധിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനിടെയാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വിമർശനവുമായി രംഗത്തെത്തിയത്. നഗരസഭാ ഭരണമല്ല പാലക്കാട് ബി.ജെ.പിയുടെ തോൽവിക്ക് കാരണമായത് എന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. മറിച്ച് സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് തോൽവിക്ക് കാരണമെന്നാണ് പ്രമീള ശശിധരനും പറഞ്ഞത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് സജിത്ത്, എന്തായാലും കെ സുരേന്ദ്രൻ കാര്യങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സുരേന്ദ്രൻ ഈ വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് കനത്ത സമ്മർദ്ദമാണ് സുരേന്ദ്രനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് രാജി വേണമെന്ന ആവശ്യം അനൗദ്യോഗികമായെങ്കിലും ചില കേന്ദ്രങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സുരേന്ദ്രൻ താൻ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നത്. പക്ഷേ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നത് തൻ്റെ നിലപാട് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുക എന്നതല്ല. ആ നിലപാടിനോട് ദേശീയ നേതൃത്വവും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ആരും രാജിവെച്ച് ഒഴിയേണ്ടതില്ല എന്ന നിലപാട് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ സുരേന്ദ്രന് മുന്നിൽ വെല്ലുവിളിയാവുന്നത് ബി.ജെ.പിക്കകത്ത്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ സാഹചര്യങ്ങൾ അത് നേതാക്കൾ തുറന്നു പറയുന്നു എന്നതാണ്. സുരേന്ദ്രൻ ഇതിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് താൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രമല്ല ഇത്തരം തോൽവികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഇന്നലെ വി മുരളീധരൻ നടത്തിയ ഒരു പരാമർശത്തിലുള്ള മറുപടി കൂടിയാണ്. എന്നാൽ അത് വി മുരളീധരനും സുരേന്ദ്രനുമായുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമായിട്ടില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ സുരേന്ദ്രൻ പാർട്ടിയിലെ വിമർശകർക്കുള്ള മറുപടി കൂടിയാണ് ഈ നിലപാടിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ശരി, കെ സുരേന്ദ്രന്റെ പ്രതികരണം കേൾക്കാം. അല്പസമയം മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ്. ഇതാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. സജിത്ത്, സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന്. മുൻപ് സുരേന്ദ്രൻ ഈ രീതിയിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇത്തവണ പാർട്ടിയിൽ അദ്ദേഹം ശരിക്കും ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. നേരത്തെ അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകൾ പോലും ഇപ്പോൾ വിമർശനവുമായി വരുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആദ്യമായി ഇത്തവണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രതികരണം സുരേന്ദ്രനിൽ നിന്നുണ്ടാവുകയാണ്, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന്, അല്ലേ? തീർച്ചയായിട്ടും സുരേന്ദ്രൻ അത്തരമൊരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം താൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്ന കാര്യം പുറത്തേക്ക് വരാൻ, ആ ഒരു വാർത്ത പുറത്തേക്ക് വരാൻ സുരേന്ദ്രനും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലും ആ നിലപാട് അദ്ദേഹം എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ദേശീയ നേതൃത്വം അത് അംഗീകരിച്ചിട്ടുമില്ല. എന്തായാലും സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാട് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരമൊരു നിലപാട് തന്നെയാണ് സുരേന്ദ്രൻ ഏറ്റെടുക്കുകയും ചെയ്തത്. ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൊരു ഒറ്റയാൾ തീരുമാനമായിരുന്നു എന്ന ആക്ഷേപം സുരേന്ദ്രൻ തള്ളുകയാണ്. കാരണം അത് അങ്ങനെയല്ല സംഭവിച്ചത്. ഒപ്പം കൃഷ്ണകുമാറിന് എതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ കൂടി അദ്ദേഹം മറുപടി പറയാനും കൃഷ്ണകുമാറിനെ ന്യായീകരിക്കാൻ കൂടി സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതേസമയം പാലക്കാട് വലിയ ആഭ്യന്തര പ്രശ്നമായി ഈ പ്രതിസന്ധി മാറുന്നു എന്നതാണ്. കാരണം അവിടുത്തെ നഗരസഭാ അധ്യക്ഷ അടക്കമുള്ളവർ കടുത്ത രൂക്ഷ പ്രതികരണം നടത്തുന്നു. ഇന്നലെ സി കൃഷ്ണകുമാർ നടത്തിയ പരാമർശത്തിലുള്ള മറുപടിയായിട്ട് കൂടിയാണ് അവിടെ നഗരസഭാ അധ്യക്ഷ അത്തരം പരസ്യ നീക്കങ്ങൾക്ക് തയ്യാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലക്കാട് ബി.ജെ.പിയിൽ കാര്യങ്ങൾ സുഖകരമല്ല. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാലക്കാട് ബി.ജെ.പിയിൽ തുറന്ന പോരാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗമായ എൻ ശിവരാജിന് പുറമെ നഗരസഭാ അധ്യക്ഷയായ പ്രമീള ശശിധരനും സി കൃഷ്ണകുമാറിനും ബി.ജെ.പി നേതൃത്വത്തിനുമെതിരെ
രംഗത്ത് വന്നിരിക്കുകയാണ്. നഗരസഭാ ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് വിശദീകരിച്ച പ്രമീള കെ സുരേന്ദ്രന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ എന്നും പറഞ്ഞു. ഏറെ നാളായി വിഭാഗീയത ശക്തമായ പാലക്കാട്ടെ ബി.ജെ.പിയിൽ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടെ അതെല്ലാം മറനീക്കി പുറത്തുവരികയാണ്. ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്ന സി കൃഷ്ണകുമാറിന്റെ പരാമർശമാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ ചൊടിപ്പിച്ചത്. 1.5 വർഷമായിട്ട് നഗരസഭാ ഭരണത്തിനെതിരായിട്ട് നടത്തിവരുന്ന പ്രചരണങ്ങൾ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം നഗരസഭയിലെ റോഡുകൾ തകർന്ന് കിടക്കുന്നു, നഗരസഭയിലെ ടൗൺ ഹാൾ പൊളിച്ചിട്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചോളം ഈ റോഡുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാത്തതുകൊണ്ട് ഇത് വലിയ തരത്തിൽ ഞങ്ങളെ ബാധിച്ചു. തോൽവിയിൽ പ്രമീള ഉൾപ്പെടെ 18 കൗൺസിലർമാർക്കെതിരെ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന പി രഘുനാഥ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് പ്രമീളയുടെ പരസ്യ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ച് തിരിച്ചടി കാരണമായെന്നുമാണ് വിമർശനം. കെ സുരേന്ദ്രന്റെ താൽപര്യത്തോടെയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതെന്ന് ആരോപിച്ച പ്രമീള നഗരസഭയ്ക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വിശദീകരിച്ചു. ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ബി.ജെ.പി ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു. നേരത്തെ കൃഷ്ണകുമാർ പക്ഷത്തായിരുന്ന പ്രമീള കഴിഞ്ഞ നഗരസഭാ ഭരണത്തിന്റെ അവസാന നാളുകളിലാണ് അകന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതാണെന്നും കൃഷ്ണകുമാറിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗിജി, എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടുകൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ, ശ്രീ അമിത്ഷാ ഉൾപ്പെടെ, ശ്രീ JP നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കൃഷ്ണകുമാറിനെതിരെ കൂടുതൽ നേതാക്കളും കൗൺസിലർമാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സി കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനുമെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ പാലക്കാട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. UDFന്റെ വിജയം വർഗീയതയെ കൂട്ടുപിടിച്ചാണെന്ന CPMന്റെ വിമർശനത്തിനെതിരെ PK കുഞ്ഞാലിക്കുട്ടി. ചേരിതിരിവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവരെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിയണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഫലമാണ് ഇത്തവണത്തേത്. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തിലും LDF BJPക്ക് പിന്നിലാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുമായി പാരമ്പര്യവുമായി ബന്ധമുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് അവരോടൊക്കെ പരസ്യമായി സഖ്യം ചെയ്ത പാരമ്പര്യം ഉള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചെയ്യുക. രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ. വളപട്ടണത്ത് വൻ കവർച്ച. കണ്ണൂർ വളപട്ടണത്തേത് ഞെട്ടിപ്പിക്കുന്ന കവർച്ചയാണ്. വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300 പവനുമാണ് കവർന്നത്. മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. വളപട്ടണം മന്നയിൽ അരിമൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് വൻ കവർച്ച. 300 പവൻ സ്വർണവും 1 കോടിയിലേറെ രൂപയുമാണ് നഷ്ടമായത്. അഷ്റഫും കുടുംബവും മധുരയിൽ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം മനസ്സിലാക്കിയത്.
ചൊവ്വാഴ്ചയാണ് മോഷണം നടന്നതെന്നാണ് സംശയം. കിടപ്പുമുറിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത്. കവർച്ചാ സംഘത്തിൽ 3 പേരുണ്ടെന്നാണ് വിവരം. ഇതിൽ മുഖം മൂടി ധരിച്ച നിലയിൽ 2 പേരുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് റെയിൽവേ പാളത്തിലൂടെ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെയെത്തി. മോഷ്ടാക്കൾ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതാകാമെന്നാണ് സംശയം. കവർച്ചാ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് റൂറൽ SP P അനൂജ് പലിവാൾ പറഞ്ഞു. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കാം. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കാം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും സമീപ വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ന്യൂസ് 18 കണ്ണൂർ. സീപ്ലെയിൻ പദ്ധതി പരിസ്ഥിതിക്ക് ദോഷമല്ലെന്ന് പഠന റിപ്പോർട്ട്. സീപ്ലെയിനുകൾ ജലമലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നും ഇവയുടെ ലാൻഡിംഗ് മത്സ്യപ്രജനനത്തെ ബാധിക്കില്ലെന്നുമായിരുന്നു ശാസ്ത്രജ്ഞരടങ്ങുന്ന 6-അംഗ പഠന സമിതിയുടെ കണ്ടെത്തൽ. എന്ന് മാത്രമല്ല, പദ്ധതി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആദ്യമായി ന്യൂസ് 18 പുറത്തുവിട്ടു. ൽ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന 6-അംഗ കമ്മിറ്റിയാണ് വിവാദ പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തിയത്. 9 അധ്യായങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് സീപ്ലെയിൻ പദ്ധതിയെക്കുറിച്ചുള്ള പല അബദ്ധധാരണകളും ദൂരീകരിക്കുന്നതാണ്. അബദ്ധം 1. സീപ്ലെയിൻ കായലിന്റെ അടിത്തട്ട് ഇളക്കി മറിക്കും. പ്ലെയിൻ പറന്നിറങ്ങുന്നതിനായി 1.5 കിലോമീറ്റർ നീളമുള്ള റൺവേയും ഹൈഡ്രോഡോം സ്ഥാപിക്കുന്നതിനായി 250 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലവുമാണ് കായലിൽ ആവശ്യം. സാധാരണ ലാൻഡിംഗിൽ നിന്ന് വ്യത്യസ്തമായി സാവകാശത്തിൽ തെന്നിയാണ് ലാൻഡിംഗ്. ഇത് ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന പ്രകമ്പനം മാത്രമാണ് കായലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാക്കുന്നത്. മത്സ്യപ്രജനനത്തെ തടയും വിധം അടിത്തട്ട് ഇളക്കി മറിക്കുകയോ ജലത്തിന്റെ രാസഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സീപ്ലെയിൻ ഇന്ധനം നിറയ്ക്കുന്നത് എയർപോർട്ടിൽ നിന്നുമാണ്. പ്ലെയിനിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം മാലിന്യങ്ങളും പുറന്തള്ളാനില്ല. ഈ മേഖലയിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന കരിമീനുകൾ മുട്ടയിടുന്നത് അധികം ആഴമില്ലാത്ത ഇടങ്ങളിൽ തെളിമയുള്ള വെള്ളത്തിലാണ്. റൺവേക്ക് വേണ്ടതാകട്ടെ ആഴമുള്ള ഇടവും. അബദ്ധം 2. സീപ്ലെയിൻ മത്സ്യസമ്പത്തിനെ ബാധിക്കും. തൊഴിലാളി സംഘടനകൾ ആരോപിച്ചതുപോലെ ആശങ്ക പരത്തും വിധം ജലമലിനീകരണമോ പാരിസ്ഥിതിക ആഘാതമോ ഉണ്ടാക്കുന്നതല്ല പദ്ധതിയെന്ന് പഠനം വ്യക്തമാക്കുന്നു. പ്ലെയിൻ പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ മത്സ്യപ്രജനനത്തെ ദോഷകരമായി അത് ബാധിക്കുമെന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഞങ്ങളുടെ പഠനത്തിൽ യഥാർത്ഥത്തിൽ ഒരു സീപ്ലെയിൻ വന്നിറങ്ങുന്ന സ്ഥലത്ത്, അതിന് ഹൈഡ്രോഡ്രോം എന്നാണ് പറയുന്നത്, ആ സ്ഥലത്ത് ടർബുലൻസ് മത്സ്യോത്പാദനത്തിന് തകർച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടർബുലൻസ് ഉണ്ടാവുന്നില്ല എന്നാണ് കണ്ടത്. യഥാർത്ഥത്തിൽ പ്രാണവായുവിന്റെ അളവ് കൂടുതലാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു ചേർണിങ് ഉണ്ടാകുന്നില്ല, കാരണം 1-1.5 മീറ്റർ ആഴമുള്ള സ്ഥലമാണ്. അബദ്ധം 3. കായലിൽ വലിയ നിർമ്മാണങ്ങൾ നടക്കും. ബോയകളും സഞ്ചാരികൾക്ക് ഇറങ്ങാനുള്ള ഫ്ലോട്ടിംഗ് ജെട്ടിയും ടെർമിനലായി ഉപയോഗിക്കുന്ന ഹൌസ് ബോട്ടുകളുമെല്ലാം താൽക്കാലിക നിർമ്മാണമായതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നില്ല. ലാൻഡിംഗ് സമയത്ത് ജലോപരിതലത്തിൽ സീപ്ലെയിൻ ഉണ്ടാക്കുന്ന ഇളക്കം ജലത്തിൽ പ്രാണവായുവിന്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇത് മത്സ്യവളർച്ചയ്ക്ക് ഗുണകരമാണ്. അതേസമയം മത്സ്യബന്ധനം നിരോധിക്കേണ്ടി വരുന്ന മേഖലയിലെ തൊഴിലാളികളുമായി ചേർന്ന് വേണം പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. പുന്നമടക്കായലിൽ പദ്ധതി നടപ്പാക്കരുത്. പകരം മീൻപിടുത്തം കുറവായ വട്ടക്കായലോ മലിനപ്പെട്ട് കിടക്കുന്ന നെടുമുടിയിലെ പൂതപ്പണ്ടം കായലിലോ പുറക്കാട്ടെ സ്മൃതിവനമോ സീപ്ലെയിന്റെ ലാൻഡിംഗ് ഏരിയയായി തെരഞ്ഞെടുക്കാനാകുമെന്നും പഠന റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. പ്ലെയിൻ എന്നുള്ള ഓപ്പറേഷൻസ് വഴി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ വളരെ സീരിയസ് അല്ല, മറിച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള ഫിഷിംഗ്, വളരെ തീവ്രമായ ഫിഷിംഗ് നടക്കുന്ന മേഖലകളിലെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒഴിവാക്കണം. സാമൂഹ്യ ബന്ധമില്ലാത്ത ഒരു പ്രോജക്റ്റും വിജയിക്കില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശം കണ്ടെത്തണം. ഞങ്ങളത് പറഞ്ഞു, കായലിലെ വട്ടക്കായലാണ്, പൂതപ്പണ്ടം കായലിന്റെ ഒരു കായലുണ്ട് നെടുമുടിക്കടുത്ത്. കമ്മിറ്റി 2014 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു വ്യക്തമായ പഠന റിപ്പോർട്ട് ഉണ്ടായിട്ടും ആശങ്കയുടെ പുകമുറ ഇന്നും സൃഷ്ടിക്കുകയാണ് CPI. പണ്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ
ഇടതുപക്ഷം നടത്തിയ സമരം പോലെ പരിഹാസ്യമായി ഈ സമരവും നാളെ ചരിത്രത്തിൽ ഇടം നേടും. മലയാളികൾക്ക് ഒരു പദ്ധതി കൂടി നഷ്ടമാവുകയും ചെയ്യും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. എന്നാൽ സീപ്ലെയിൻ പദ്ധതിയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആലപ്പുഴ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. കായലിൽ തന്നെ സീപ്ലെയിൻ ഇറക്കണമെന്ന് എന്താണ് വാശിയെന്നാണ് ആഞ്ചലോസ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് പദ്ധതി ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് ധീവരസഭയും. എയർപോർട്ടുകളിൽ നിന്ന് ഡാമുകളിലേക്ക് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവരുന്നതിനോടാണ് എതിർപ്പ്. CPIയുടെ നിലപാടല്ല ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റേതാണ്. വിമാനം ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുക. അതേ പദ്ധതി തന്നെയാണ് ഇപ്പോൾ പുതിയ എതിർത്ത പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഓരോ ഇഷ്യൂ എടുത്തത് കോൺട്രവേഴ്സി ആക്കി കേരളത്തിന് അതിന്റെ ബെനിഫിറ്റ് വരാതിരിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുക ചെയ്യുക. ഏത് കാലത്തും കേരളത്തിൽ വരുന്നത് കുറെ ആൾക്കാർ ഇങ്ങനത്തെ പദ്ധതികൾ എതിരായിട്ടുള്ളതാണ്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസിസ് അല്ല. സീപ്ലെയിൻ ഒരുപാട് രാജ്യങ്ങളിൽ ഓടുന്നതാണ്. അവിടെ എങ്ങും ഇതുപോലെ മത്സ്യങ്ങളുടെ ഇതിനോ മത്സ്യബന്ധനത്തിനോ എന്തെങ്കിലും തടസ്സമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഒരിടത്തും ഒരു ഫൈൻഡിങ് പോലും അതിനില്ല. ഓരോ ഗ്രൂപ്പ് ആൾക്കാർ ഓരോ വാദങ്ങളാണ്. ഇത് കഴിഞ്ഞ പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന സീപ്ലെയിൻ സംബന്ധിച്ച് പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അവിടെ ഒരു പദ്ധതി സീപ്ലെയിൻ പദ്ധതി വരുന്നതിൽ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിലും പരിസരവാസികൾക്കാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പദ്ധതി വളരെ നന്നായി നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിയാണ്. ഈ വിവാദത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ആദ്യം പ്രധാനമന്ത്രിയുടെ ആ വിമർശനത്തിലേക്ക്. कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, देश संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं. उनका अपना मकसद तो संसद की गतिविधि को रोकने से ज्यादा सफल नहीं होता. कि जो नए सांसद होते हैं, नए विचार नई ऊर्जा लेकर के आते हैं, उनके अधिकारों को कुछ लोग दबोच देते हैं. जनता ने जिनको लगातार नकार दिया है, वे न संसद में चर्चा होने देते हैं, न लोकतंत्र की भावना का सम्मान करते हैं और परिणाम स्वरूप जनता को बार बार उनको പാർലമെന്റിന്റെ ആദ്യ ദിവസം തന്നെ ബഹളമയമായിരുന്നു. നേരത്തെ പിരിയുകയും ചെയ്തു. ആ വാർത്ത തുടരുകയാണ്. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം ഉണ്ടായിരിക്കുകയാണ്. ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓൾ ഔട്ടായി. 295 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ ആദ്യ ടെസ്റ്റിൽ തോൽപ്പിച്ചത്. അതിലേക്ക് വരാം. അതിനു മുൻപ് പാർലമെന്റിലെ ഇന്നത്തെ ബഹളത്തെക്കുറിച്ച് രാജേഷ്, എന്താണ് ഇന്ന് പാർലമെന്റിൽ കാണാനായത്? മഹാരാഷ്ട്രയിലെ മഹാവിജയം, അതിന്റെ ഒരു ബലത്തിലാണല്ലോ ഭരണപക്ഷം എത്തിയിരിക്കുന്നത്. പക്ഷേ അദാനി വിഷയം, മണിപ്പൂർ വിഷയം, ഇത് രണ്ടും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുവാൻ പ്രതിപക്ഷം ഉപയോഗിക്കുമല്ലോ. അതാണല്ലോ ഇന്ന് കാണാനായത്. മഞ്ജുഷ, അദാനി വിവാദം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കാരണം ഇന്ന് രാജ്യസഭയിലെ ഏതാണ്ട് 33 നോട്ടീസുകളാണ് പ്രതിപക്ഷം നൽകിയിരുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷവും അദാനി വിഷയം, ഈ അഴിമതി ചർച്ച ചെയ്യണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. മറ്റ് ചിലത് വിഷയങ്ങൾ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട്, ചിലത് UPയിലെ സംബലിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ഏതായാലും ഈ 33 നോട്ടീസുകളും തള്ളുകയായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ. തുടർന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സഭയുടെ എല്ലാ നടപടികളും നിർത്തിവെച്ച് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഖർഗെ ഉന്നയിച്ചു. പക്ഷേ ഇത് സഭാരേഖകൾ നീക്കുന്നു എന്നാണ്
രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കിയത്. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ നിർത്തിവെക്കുകയായിരുന്നു. ലോക്സഭ ഇന്ന് 2 തവണ സമ്മേളിച്ചു. രാവിലെ സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു. പക്ഷേ ചരമോപചാരം അർപ്പിച്ച ശേഷം ആദ്യം സഭ നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് വീണ്ടും ആരംഭിച്ചപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയും ഇന്നത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന് ചെയർ അറിയിക്കുകയായിരുന്നു. ഏതായാലും മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സഭാകാലവിനെ അപേക്ഷിച്ച് സർക്കാർ വലിയ ആത്മവിശ്വാസമാണ് ഇന്ന് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ്. കാരണം ഇന്ന് രാവിലെ അഭിസംബോധനയിൽ അദ്ദേഹം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിലെ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തഴഞ്ഞവർ ഇത്തരം ഒരു നടപടികളിലേക്ക് കടക്കുന്നതടക്കമുള്ള കടുത്ത വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. മഞ്ജുഷ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഉത്തർപ്രദേശിലെ സംഭാലിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. വിഷയം പാർലമെന്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി മഹായുതിയിൽ സമവായത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടൽ. ബി.ജെ.പി. നേതാക്കളുടെ യോഗം ഉടൻ ചേരും. ഇന്ന് തന്നെ ഏക്നാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും ചർച്ച നടത്തി സമവായത്തിലെത്താനാണ് ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, പക്ഷേ സമവായം ഇന്ന് തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. നാളെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതാണ്. പക്ഷെ ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവുകയല്ലേ? ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അതിന് അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ ആ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഉറപ്പായും മുഖ്യമന്ത്രി സ്ഥാനം വേണം, അല്ലെങ്കിൽ അതിന് നിശ്ചിത കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വേണം, തുടക്കത്തിൽ കുറച്ച് നാളത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം ഈ ഏക്നാഥ് ഷിൻഡെ സർക്കാരിനുള്ള ഒരു അംഗീകാരം എന്ന നിലയ്ക്കാണ് ഒരു തുടർഭരണ അംഗീകാരം ലഭിക്കുന്നത്. ഇന്ന് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു. സർക്കാർ നടപ്പാക്കിയ പദ്ധതികളാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഏക്നാഥ് ഷിൻഡെയുടെ പ്രവർത്തനങ്ങൾ ഈ വിജയത്തിൽ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അംഗീകാരം വേണം എന്നും പറയുന്നു. കഴിഞ്ഞ തവണത്തെ രീതിയും ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കല്ല ഏക്നാഥ് ഷിൻഡെ അന്ന് മുഖ്യമന്ത്രിയായത്. അന്ന് ശിവസേന പിളർത്തി വന്ന് ബി.ജെ.പിയുടെ പകുതിയിൽ താഴെ MLA-മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കാണ് ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത്. സമാനമായ രീതിയിൽ വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ബി.ജെ.പിയും RSSും തങ്ങളുടെ താല്പര്യം ബി.ജെ.പി. നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഫഡ്നാവിസ് തന്നെ അവിടെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള താല്പര്യമാണ് RSSനുള്ളത്. അജിത് പവാറിന്റെ പിന്തുണയും ഫഡ്നാവിസിന് ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് അമിത്ഷാ നേരിട്ട് തന്നെ ഏക്നാഥ് ഷിൻഡെയുമായും അജിത് പവാറുമായും ചർച്ച നടത്തിക്കൊണ്ട് ഇന്ന് തീരുമാനമെടുക്കാനുള്ള രീതിയിലേക്ക് വിവരങ്ങൾ നൽകിയത്. ഇന്ന് തന്നെ സമവായത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവും. നേരത്തെ പറഞ്ഞ പോലെ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 295 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്. 238 റൺസിന് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹരികൃഷ്ണൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഹരി, പ്രതീക്ഷിച്ചതാണ് ഇന്ത്യയുടെ വിജയം. പക്ഷേ വളരെ തിളക്കമാർന്ന ഒരു വിജയം തന്നെയാണല്ലോ ഇന്ത്യ ഇന്ന് നേടിയിരിക്കുന്നത്. 3-12. അതിൽ നിന്ന് ഇന്ന് എന്തായിരുന്നു കാണാൻ സാധിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ? കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ചരിത്ര വിജയം, ആധികാരിക വിജയം എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷൻസ് അല്ലാതെ ഓവർസീസിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി 4ാം ദിനത്തിൽ തന്നെ ഇന്ത്യ ഒരു ചരിത്ര വിജയം നേടിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇന്ത്യയുടെ താൽക്കാലിക ക്യാപ്റ്റനായ ജസ്പ്രീത് ബുംറയുടെ ഒരു നേട്ടവും കൂടിയാണെന്ന് എടുത്തു സൂചിപ്പിക്കണം. 2022-ൽ അജിങ്ക്യ രഹാനെ ഉപേക്ഷിച്ചു പോയ ആ ടെസ്റ്റ് സീരീസിൽ പിന്നീട് ബുംറ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയായിരുന്നു. ഇത്തവണ രോഹിത് ശർമ്മ ആദ്യത്തെ ടെസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ബുംറ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. ബുംറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീമിന് ചരിത്ര വിജയം, ഒരു ഉജ്ജ്വല വിജയം എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. ഓസ്ട്രേലിയൻ മണ്ണിൽ ബോർഡർ ഗവാസ്കർ പോലത്തെ ഒരു സീരീസിൽ, പ്രത്യേകിച്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫി. അപ്പോൾ ആ സീരീസിൽ തന്നെ ഇന്ത്യയുടെ തുടക്കം മികച്ചതായി മാറി. ആദ്യ ഇന്നിംഗ്സിൽ തിളക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 150 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ തിരിച്ചടിച്ചുകൊണ്ട് ബുംറയും സിറാജും കൂട്ടുകെട്ടിൽ 112 റൺസിന് ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് കണ്ടത് കിങ് കോഹ്ലിയുടെ ഒരു തുടർച്ചയായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. കാരണം കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ
കഴിഞ്ഞ 16 മാസമായിട്ട് തിളങ്ങാതെ പോയ കോഹ്ലി 16 മാസങ്ങൾക്ക് ശേഷം ഒരു സെഞ്ചുറി നേടിയെടുക്കുന്നു. അതോടെ തന്നെ ജയ്സ്വാളും കൂട്ടത്തിൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുകയായിരുന്നു. പിന്നീട് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര വീണ്ടും തകരുകയായിരുന്നു. മൂന്നാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് സിറാജും ബുംറയും ചേർന്നുള്ള ഒരു പോരാട്ടമായിരുന്നു. മാത്രമല്ല നിതീഷ് കുമാർ റെഡ്ഡി ടെസ്റ്റിൽ ആദ്യത്തെ വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ നിതീഷ് കുമാർ റെഡ്ഡിക്കും ഒരു മധുരമുള്ള ഒരു തുടക്കമായി പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് മാറുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 5 മത്സരങ്ങളിൽ തുടക്കത്തിലെ മത്സരം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ 1-0 പരമ്പര നേടുകയാണ് ഇന്ത്യ. മാത്രമല്ല രോഹിത് ശർമ്മയില്ല, രവീന്ദ്ര ജഡേജയില്ല, രവിചന്ദ്രൻ അശ്വിനില്ല. അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് ഇന്ത്യയുടെ ഈ നേട്ടമെന്നും സൂചിപ്പിക്കേണ്ടി വരും. തുടർന്നുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മയും കളിക്കുന്നതായിരിക്കും. അപ്പോൾ മികവാർന്നൊരു വിജയം എന്ന് തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ 150 റൺസിന് ഒന്നാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ടായി ഇന്ത്യയാണ്. തുടർന്ന് 104 റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ട് ആക്കുകയും രണ്ടാം ഇന്നിംഗ്സിൽ 238 റൺസിന് ഓസ്ട്രേലിയയെ വീണ്ടും ഓൾ ഔട്ട് ആക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ 295 റൺസിന്റെ വൻ വിജയമാണ് പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പേസിന് അനുകൂലമായ പിച്ചിൽ ഇന്ത്യ നേടിയിരിക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചയിൽ 13 പേരെ പോലീസ് പിടികൂടി. 2 വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. സംഘത്തിലെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ട്. കണ്ണൂർ സ്വദേശികളായ വിപിൻ, അനന്തു, താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീൻ, അനസ്, തൃശൂർ സ്വദേശികളായ സലീഷ്, മിഥുൻ, അർജുൻ, സതീഷ്, ലിസൺ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ പിടിയിലായത്. കേസിലെ പ്രതികളായ കൂത്തുപറമ്പ് സ്വദേശി നിഖിൽ രാജ്, പ്രവീൺ ലാൽ, തൃശൂർ വരന്തിരിപ്പള്ളി സ്വദേശി സജിത് കുമാർ, എളവള്ളി സ്വദേശി നിഖിൽ എന്നിവരെ നേരത്തെ തൃശൂർ പോലീസ് പിടികൂടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിങ്ങനെ: താമരശ്ശേരി സ്വദേശികളായ ഷിഹാബുദ്ദീനും അനസും 2 വർഷം മുൻപ് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ജ്വല്ലറി ഉടമകളായ യൂസഫും ഷാനവാസും സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് ഷിഹാബുദ്ദീനും അനസും മറ്റൊരു കേസിൽ ജയിലിൽ പോവുകയും അവിടെ വെച്ച് വിപിനുമായി പരിചയപ്പെടുകയും ചെയ്തു. വിപിനാണ് പിന്നീട് കവർച്ച ആസൂത്രണം ചെയ്തത്. വിപിന്റെ സുഹൃത്ത് അനന്തുവാണ് കവർച്ചാ സംഘങ്ങളെ സജ്ജമാക്കിയത്. കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഈ മാസം 8-ന് ഇവർ സ്വർണം തട്ടിയെടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും അത് നടന്നില്ല. തുടർന്ന് തൃശൂരിലെ സംഘത്തിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സ്വർണം തട്ടിയെടുത്തത്. ഈ കുറ്റകൃത്യം കൃത്യമായിട്ടൊരു ആസൂത്രണത്തോടുകൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പേര് സ്വർണം തട്ടിയെടുത്ത് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ച് പിടികൂടി. ഈ വാഹനത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ 5 പേർ സ്വർണവുമായി തൃശൂരിലേക്ക് പോകും വഴി പല ഭാഗത്തിറങ്ങി. കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്താണ് മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തിയത്. തട്ടിയെടുത്ത സ്വർണത്തിൽ 2.2 കിലോ സ്വർണം കണ്ടെടുത്തു. കേസിൽ ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കളമശ്ശേരിയിൽ വീട്ടമ്മയെ ഡമ്പൽ കൊണ്ട് തലക്കടിച്ച് കൊന്ന പ്രതികൾ പിടിയിലായി. ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തുക്കളായ ഗിരീഷ് ബാബുവും ഖദീജയുമാണ് പിടിയിലായത്. സ്വർണവും പണവും കവരാനായിരുന്നു ആസൂത്രിതമായ കൊലപാതകം. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചും കൊല്ലപ്പെട്ട ജെയ്സിയുടെ ഫോൺ കോളുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. ജെയ്സി എബ്രഹാമിന്റെ പരിചയക്കാരൻ ഗിരീഷ് ബാബുവാണ് പ്രതി. കാക്കനാട് സ്വദേശിയായ ഗിരീഷ് ബാബു മദ്യലഹരിയിൽ മൃഗീയമായി ജെയ്സിയെ കൊല്ലുകയായിരുന്നു. ജെയ്സിക്കൊപ്പം മദ്യപിച്ച പ്രതി ഡമ്പൽ കൊണ്ട് തലക്കടിച്ചു. ജെയ്സിയുടെ വീട്ടിൽ വെച്ച ഗിരീഷ് പരിചയപ്പെട്ട ഖദീജയാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നത്. ഗിരീഷിന്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ ജെയ്സിയുടെ സ്വർണവും പണവും കൃത്യമായ ആസൂത്രണത്തോടെ ഇരുവരും കവർന്നു. ഞായറാഴ്ച രാത്രി 10:30-നും 12:50-നും ഇടയിലായിരുന്നു ക്രൂരകൃത്യം. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സജീവമായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂനംതൈയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നു ജെയ്സി താമസം. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ മരണത്തിൽ സംശയം പറഞ്ഞത് വഴിത്തിരിവായി. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കിട്ടാത്തതിനാൽ കാനഡയിലുള്ള ജെയ്സിയുടെ മകളാണ് പോലീസിനെ വിവരമറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7180, പവന് 57,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5940, പവന് 47,520. വെള്ളി ഗ്രാമിന് 98, കിലോയ്ക്ക് 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റ്